അപ്പോൾ +1 ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ചോദിച്ചു, നീ ഈ കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് മാത്രമേ അവൾ എന്നോട് ചോദിച്ചുള്ളൂ. ഞാൻ എടുത്ത വയലെ പറഞ്ഞു എനിക്കിതിലൊന്നും വിശ്വാസമില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എടി അങ്ങനൊന്നും പറയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ വിട്ടു. കുറച്ച് നേരം കഴിഞ്ഞ് എനിക്കെന്നെ മനസ്സിലെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നിയിരുന്നു പറഞ്ഞു കഴിഞ്ഞിട്ട്. പിന്നെ ഞാനങ്ങനെ വിട്ടു. പിന്നെ എൻ്റെ അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്, ജിൻസി എന്ന് പേരുള്ള. ആ ചേച്ചി ഇവിടെ വന്ന ഒരു അടിപൊളി സാക്ഷിയൊക്കെ പറഞ്ഞതാണ്. അതൊക്കെ കേട്ടപ്പോൾ ഇതൊക്കെ എങ്ങനെ നടക്കുന്നു പോലെ ഞാൻ വിചാരിച്ചു പോയതാണ്. അപ്പോൾ ചേച്ചി അമ്മയുടെ കൂടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ചേച്ചിയാണ് കൃപാസനത്തെ പറ്റി അമ്മയോട് പറയുന്നത്. അങ്ങനെ അമ്മ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി, എനിക്ക് അയച്ചു തരാൻ തുടങ്ങി. അപ്പം ഞാനിവിടെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്, ചില പിള്ളേർ ഇതുപോലെ എൻ്റെ പ്രായമുള്ള പിള്ളേർ വീട്ടിൽ നിന്ന് നിർബന്ധിച്ചിട്ട് ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എന്നെ ഒരുപാട് നിർബന്ധിക്കേണ്ട വന്നില്ല. കാരണം എൻ്റെ അടുത്ത് മാതാവിൻ്റെ ഫേമസ് പള്ളിയും തീർത്ഥാടന കേന്ദ്രമൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറഞ്ഞു, ഇവിടെ വന്നാൽ എനിക്ക് എന്തെങ്കിലും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും, അതായത് ഈ മാതാവിന് എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുക്കാൻ എന്നെ ഫോഴ്സ്